ഹിസ്ബുള്ള ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ഫെബ്രുവരി 18 വരെ തുടരും. പ്രധാനമന്ത്രി നജീബ് മികാതി ഇക്കാര്യം വ്യക്തമാക്കി പ്രസ്താവന പുറപ്പെടുവിച്ചു. അതേസമയം ഗാസയിലെ സ്ഥിരതാമസക്കാരെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റണമെന്ന ട്രംപിന്റെ നിർദ്ദേശം ഇരു രാജ്യങ്ങളും തള്ളി. ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ ഫെബ്രുവരി 18 വരെ തുടരാൻ ധാരണയായി. ലെബനൻ താൽക്കാലിക പ്രധാനമന്ത്രി നജീബ് മിഖാത്തി ഇക്കാര്യം വ്യക്തമാക്കി പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇക്കാലയളവിൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുന്ന നീക്കങ്ങൾ പൂർത്തിയാകും. മാത്രമല്ല, ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളായ മേഖലയിൽ മുഴുവൻ സൈനിക നിയന്ത്രണവും ലെബനൻ വ്യവസ്ഥാപിത സൈന്യത്തെ ഏൽപ്പിക്കും. ഇക്കഴിഞ്ഞ ദിവസം ശക്തമായ സൈനിക നടപടി ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയിരുന്നു. പിന്നാലെയാണ് വെടിനിർത്തൽ കാലാവധി 18 വരെ തുടരാൻ തീരുമാനമായത്. ഹമാസുമായുള്ള വെടിനിർത്തൽ ധാരണ അട്ടിമറിക്കാൻ ഹിസ്ബുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നതായി സൂചനകൾ പുറത്തുവന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോയത്. അതേസമയം ഗാസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റണമെന്ന ട്രംപിന്റെ ആവശ്യം ഇരു രാജ്യങ്ങളും തള്ളി. പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസും നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.